ബി.ജെ.പിയിൽ നിന്നും വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യം വിളിയുമായി യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ അഴീക്കോടാണ് സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിച്ച് യുവമോർച്ച പ്രകടനം നടത്തിയത്. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യം ഉയർന്നത്. 30 വെള്ളി കാശ് വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത മൂരാച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് ഭീഷണി മുദ്രാവാക്യം വിളി ആരംഭിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് കൊലവിളി മുദ്രാവാക്യം വിളിയായി മാറുകയാണ് ഉണ്ടായത്. പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ബലിദാനികളെ കൂട്ടുപിടിച്ചുവെന്നും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഒറ്റുകാര സന്ദീപെ എന്ന് വിളിച്ച പ്രവർത്തകർ പട്ടാപ്പകലിൽ പാലക്കാട് നിന്നെ ഞങ്ങൾ എടുത്തോളാമെന്നും പലതവണ ഭീഷണി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം ബി.ജെ.പിയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നും താൻ അവിടം വിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് വ്യക്തമായെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. തന്നെ ഒറ്റുകാരനെന്ന് വിളിക്കുന്നവരോട് യഥാർത്ഥ ഒറ്റുകാരുള്ളത് ബി.ജെ.പി ഓഫീസിനുള്ളിലാണെന്നാണ് തന്നെ ഒറ്റുകാരനെന്ന് വിളിക്കുന്നവരോട് പറയാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിനോട് ചേർന്ന് മുന്നോട്ടു പോകുമെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. യുവമോർച്ചയുടെ കൊലവിളി മുദ്രാവാക്യം കേട്ടു. ഒറ്റുകാരനായ എന്നെ പട്ടാപ്പകൽ പാലക്കാട് എടുത്തോളം എന്നാണ് കൊലവിളി. ഈ ബി.ജെ.പിക്കാർക്ക് ഇതെന്തു പറ്റി? മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. പത്രമാഫീസുകൾക്കുള്ളിൽ കയറി ശരിയാക്കി കളയുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അസഹിഷ്ണുതയുടെ വെറുപ്പിന്റെ കൂടാരമായി മാറിയ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കൊലക്കത്തി പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അശേഷം ഭയമില്ല. ഒറ്റുകാരും കൂടെ നിന്ന് ചതിക്കുന്നവരും ബി.ജെ.പി ഓഫീസിനകത്താണ് ഇരിക്കുന്നത്. അത് ഞാനല്ല. എനിക്ക് നേരെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ യുവമോർച്ചയോടാണ് പറയാനുള്ളത്. എന്റെ നേരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ 100% ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കേരളത്തിലെ 13 ജില്ലയിലും കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടക്കേണ്ടതായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്റർ പോലും കണ്ണൂരിൽ മാത്രം ഒതുക്കേണ്ട പേരായല്ലോ. ബാക്കിയുള്ള ജില്ലയിൽ പാർട്ടി ആഫീസിനകത്ത് പേരിനൊരു പുഷ്പാർച്ചന. ജയകൃഷ്ണനെ വെട്ടിയെറിഞ്ഞ CPM-മായി കേരളത്തിൽ നാണമില്ലാതെ സഖ്യം ചേർന്ന ബി.ജെ.പി നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ സകല കേസുകളിൽ നിന്നും വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലയാളിയായ പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുന്ന ബി.ജെ.പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ നട്ടെല്ല് നിവർത്തി എതിർക്കാൻ തന്റേടമുള്ള ഒരുത്തൻ പോലും നിങ്ങൾക്കിടയിൽ ഇല്ലല്ലോ. കെ.ടി. ജയകൃഷ്ണൻ അനുസ്മരണ റാലി പോലും CPM-ന്റെ തിട്ടൂരത്തിന് വഴങ്ങി കണ്ണൂരിലേക്ക് മാത്രമായി ഒതുക്കിയ കെ സുരേന്ദ്രനും കൂട്ടാളികൾക്കും എതിരെ ശബ്ദിക്കാൻ നട്ടലില്ലാത്തവർ എന്നെ ഭീഷണിപ്പെടുത്താൻ വരരുത്. നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിത്തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം കൂത്തുപറമ്പിൽ യുവമോർച്ച നേതാവ് കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിനും പ്രകോപന മുദ്രാവാക്യം വിളികൾ മുഴങ്ങിയിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സനെതിരെയായിരുന്നു പ്രവർത്തകർ പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കിയത്. CPM രക്തസാക്ഷികളുടെ പേരുകൾ വിളിച്ച് ഓർമ്മപ്പെടുത്തി അന്തിമ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയായിരുന്നു പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്.